അങ്ങനെ നമ്മുടെ സകലമാന തെണ്ടലും കഴിഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് പോയി വിശ്രമിച്ചാലോ എന്നായി, ഇൻക്ലൂഡിങ് ഞാൻ കേട്ടോ. നടന്നു മടുത്തു. പിന്നെ നമ്മളുടെ ലക്ഷ്യം എങ്ങോട്ടാ? എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് കാല് നീട്ടണം. സബ്ജക്റ്റിൽ നിന്ന് തെന്നി മാറി. പണ്ട് കാർന്നോമാരങ്ങനെ പഠിപ്പിച്ചേന്ന്, ഇരുന്നിട്ടേ കാല് നീട്ടാവുള്ളത്. ഇരുന്ന് കഴിഞ്ഞാൽ കാപ്പ് കുടിക്കണമെന്ന്. അങ്ങനെ കാപ്പ് കുടിക്കാൻ പോയതാ കേട്ടോ. കോസ്റ്റയിൽ കയറി ഒരു കോസ്റ്റ കോഫി വാങ്ങിച്ചു. നോട്ട് ദ പോയിൻറ്റ്, എനിക്ക് മാത്രമേ കോഫിയുള്ളൂ. ബാക്കിയുള്ളവർക്ക് കോഫിയോ ചായയോ ഒന്നും ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല കോസ്റ്റയിൽ നിന്ന് കഴിക്കുന്ന ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല. അവരുടെ ലക്ഷ്യം നമ്മൾ വോക്സിൽ ചെന്നിട്ട് അവിടുന്ന് ഇഷ്ടം പോലെ സാധനം വാങ്ങിക്കുക എന്നുള്ളതാണ്. സിനിമാ തിയേറ്ററിൽ പോകുന്നത് തന്നെ മൂവി കാണുന്നതിനേക്കാളും കൂടുതൽ കഴിക്കാനാണല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ നിർബന്ധിക്കാനൊന്നും പോയില്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങളോട് ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ്, ശരിക്കും പറഞ്ഞാൽ വർത്തമാനം പറഞ്ഞതിനേക്കാളും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, മൂവിക്ക് പോകുന്നതിന് ഇപ്പോൾ കുറേ സമയം ഉണ്ടായിരുന്നേ, അതെങ്ങനെയെങ്കിലും തീർക്കണ്ടേ. അന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു കേട്ടോ, നമ്മുടെ ഒരു പ്രിയപ്പെട്ട ആൾ മൂവിയിൽ അഭിനയിക്കുവാന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തു. ലിറ്റി ആണോ എന്നൊക്കെ ചോദിച്ചു. ഞാനൊന്നുമല്ല കേട്ടോ, ജെയ്ഡൻ ആണ് മൂവിയിൽ അഭിനയിക്കുന്നത്. അത് നമ്മുടെ ജെയ്ഡും അല്ല, ജേഡൻസ്, നമ്മുടെ ബസ്സാണ് കേട്ടോ. ഹോളി മരിയ ജേഡൻസിനെ സിനിമയിലെടുത്തു. എൽദോ നീ അറിഞ്ഞോ എന്നെ സിനിമയിലെടുത്തെന്ന് പറയുന്ന പോലെ ജീത്തു ജോസഫിൻ്റെ പടത്തിൽ, നമ്മുടെ ജോജുവിൻ്റെ ഒക്കെ മൂവിയിൽ. സത്യം പറഞ്ഞുകൊണ്ടല്ലോ എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, നിങ്ങൾ കളിയാക്കല്ലേ, നമ്മൾ സിനിമയിൽ അഭിനയിക്കാനൊന്നും പോകുന്നില്ല, എന്നാലും എന്തെങ്കിലും ഞാനും സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടുവാണേ ഞാൻ ജോജുവിൻ്റെ നായികയായിട്ടേ അഭിനയിക്കുള്ളൂ. നായികയായാലും പെങ്ങളായാലും മതി. പക്ഷെ അതൊന്നും നടന്നില്ലേലും നമ്മുടെ ബസ്സിന് ജോജുവിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റി, ഞാൻ ഹാപ്പി, അത്രയും മതി. നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്ന് പറയല്ലേ, എന്ന് പറഞ്ഞാലോ. എന്നതാണേലും നമ്മുടെ ബസ്സിൻ്റെ പേരൊന്നും മാറ്റാതെ ഹോളി മരിയ ജേഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ മൂവിയിൽ കാണിച്ചേ. അപ്പോൾ ആ മൂവി കാണാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ജസ്റ്റിയുടെ ബസ്സെല്ലാം ജസ്റ്റിയുടെ ആത്മാവും പരമാത്മാവും ആണല്ലോ. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.